ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം. അനുമോളും ശരത്തും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഒരു കോംപ്രമൈസ് ആവുന്ന കാഴ്ചയായിരുന്നു ലൈവിൽ കുറച്ചു മുമ്പ് കണ്ടത്. ശരത്ത് പോയി അനുമോളുടെ അടുത്ത് പോയി പുള്ളിക്കാരിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, എന്നിട്ട് സോറി എന്ന് പറയുന്നുണ്ട്, കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്, അത്രയും ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അനുമോളും തിരിച്ച് മാപ്പ് പറയുന്നുണ്ട്. ബിൻസി പുറത്തായ കാര്യം ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അനുമോള്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമാപണം നടത്തുന്നുണ്ടെങ്കിലും അനുമോള് പുള്ളിയുടെ കാലിൽ വീഴുന്ന ഒരു കാഴ്ചയായിരുന്നു ലൈവിൽ കണ്ടത്. ഈ സമയത്ത് ശരത്ത് 1-2 തവണ പറയുന്നുണ്ട്, നീയും ഞാനും ഇവിടെ 100 ദിവസവും ഉണ്ടാവണമെന്ന്, പിന്നെ നീ എന്റെ കുഞ്ഞിപ്പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ നല്ല രീതിയിൽ ഒരു പ്രശ്നം കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു ലൈവിൽ കണ്ടത്. ഇതോടൊപ്പം തന്നെ അനുമോള് പറയുന്നുണ്ട്, നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നമ്മൾ തമ്മിലായിരിക്കണം, അല്ലാതെ വേറൊരാൾ വന്നിട്ട് അതിൻ്റെ അകത്ത് കയറി അഭിപ്രായം പറഞ്ഞ് കൂടുതൽ വഷളാക്കുന്നതിനോട് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അനുമോള് പറയുന്നുണ്ട്. ആര്യന്റെ ഒരു ക്യാപ്റ്റൻസി നേതൃത്വത്തിലാണ് നടന്നതെന്നുള്ള രീതിയിൽ പുള്ളി അവിടെ നിന്ന് പറയുന്നുണ്ട്. താങ്ക് യു രണ്ടുപേരോട് താങ്ക് യു ഒക്കെ പറയുന്നുണ്ട് ആര്യൻ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ആയി. അനുമോളും അപ്പാനിഷത്തും തമ്മിലുള്ള ഒരു പ്രശ്നം സോൾവ് ആയി. പക്ഷെ സോൾവ് ആവാതെ കിടക്കുന്ന ഒരു പ്രശ്നം, മേജർ പ്രശ്നം അനുമോളും ജിസേലും തമ്മിലുള്ള പ്രശ്നമാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഇനി പ്രശ്നങ്ങൾ വരാനും കിടപ്പുണ്ട് എന്നാണ് തോന്നുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടും അറിയാം. പിന്നെ നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റോറി ടാസ്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിനകത്ത്. അപ്പാനിഷത്തും അത് കഴിഞ്ഞിപ്പോ റെന ഫാത്തിമ ലൈഫ് സ്റ്റോറി പറയുന്നുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.